ഒരൊറ്റ ട്രേഡിൽ നിന്ന് തന്നെ 100%വും അതിനു മുകളിലും ലാഭമെടുക്കുന്ന ട്രേഡറാണോ നിങ്ങൾ? അല്ലെങ്കിൽ അത്തരത്തിൽ ലാഭമെടുക്കാൻ കഴിയുന്ന സ്റ്റോക്കുകൾ കണ്ടെത്താൻ നിങ്ങൾക്കറിയാമോ? ഇതിനായി നമ്മൾ പഠിച്ചെടുക്കേണ്ട, ആർജിച്ചെടുക്കേണ്ട സ്കില്ല് വൈക്കോഫ് ടേക്ക് ട്രേഡിംഗ് അഥവാ ഇന്നത്തെ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നാളത്തെ ക്യാൻഡിൽ എങ്ങനെയായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുവാനുള്ള കഴിവാണ്. ഇന്നത്തേതിനേക്കാൾ കൂടുതൽ പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവുമോ, അത് മുകളിലേക്കായിരിക്കുമോ താഴേക്കായിരിക്കുമോ, അതിന്റെ വോള്യൂം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നെല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവ്, അത് നമ്മൾ ഇന്ന് പഠിക്കും. അതിനാദ്യമായി ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് നൽകുകയാണ്. ഇത് ലുമാക്സ് ഇൻഡസ്ട്രീസിന്റെ ഡെയിലി ചാർട്ടാണ്. ഈ ചാർട്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാർട്ടിൽ ഏറ്റവും ബുള്ളിഷ് ക്യാൻഡിലായി നിങ്ങൾ പരിഗണിക്കുന്നത് ഏതാണ്? ഇതിൽ ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്ത് ആലോചിക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഇതിലുള്ള റെസിസ്റ്റൻസ് ലൈൻസുകളൊക്കെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാം. മറ്റൊന്ന് നമുക്ക് ഇവിടെ വരയ്ക്കാം. പ്രധാനപ്പെട്ട മറ്റൊരു ലൈൻ, അത് ലൈനായിട്ടല്ല, എനിക്കൊരു ബോക്സ് ആയിട്ടാണ് വരയ്ക്കാൻ താല്പര്യം. ഈ ക്യാൻഡിലിന്റെ വിക്കുകൾ കണക്ട് ചെയ്യുന്ന ഒരു ബോക്സ്. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഏത് ക്യാൻഡിലാണ് ഏറ്റവും ബുള്ളിഷ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഏറ്റവും മുകളിലുള്ള നല്ല ഹൈ വോളിയം കിട്ടിയിട്ടുള്ള ഈ ക്യാൻഡിലാണോ, അല്ല അതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ഈ ക്യാൻഡിലാണോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? അതല്ല, ഇനി അത് മറ്റു വല്ല ക്യാൻഡിലുകളുമാണോ? ഉദാഹരണത്തിന് ഇതിന് രണ്ടിനും മുൻപ് സംഭവിച്ച ഈ ഒരു ക്യാൻഡിൽ, ഈ കഴ്സർ നിൽക്കുന്ന ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ, അതല്ലെങ്കിൽ മറ്റു വല്ല ക്യാൻഡിലുകൾ, ഈ ക്യാൻഡിൽ, അതും അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ, ഏതാണ് നിങ്ങൾ ഏറ്റവും ബുള്ളിഷ് ആയിട്ട് പറയുന്നത്? ഓക്കെ, ഇത് മനസ്സിലാക്കാനായി, അതായത് നാളെ സംഭവിക്കാവുന്ന ക്യാൻഡിൽ ഏതാണ് എന്ന് മുൻകൂട്ടി അറിയാനായി നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ നിങ്ങൾക്ക് ഓരോ ക്യാൻഡിലുകളും, ഇതിനു ശേഷം ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് സംഭവിക്കുന്ന ഓരോ ക്യാൻഡിലുകളുടെയും ബുള്ളിഷ് ആൻഡ് ബെയറിഷ് നേച്ചർ ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല, ഇതിൽ ആദ്യമേ പറയട്ടെ, നിങ്ങളുടെ ഉത്തരം ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് അറിയാൻ ഒരു ആകാംക്ഷയുണ്ടാവും. ഇതിൽ ഏറ്റവും ബുള്ളിഷായി ഞാൻ കാണുന്ന ഈ ക്യാൻഡിലാണ്. രണ്ട് ക്യാൻഡിലുകൾക്ക് മുമ്പ് സംഭവിച്ച ഏറ്റവും കുറഞ്ഞ വോള്യത്തിൽ തന്നെ നല്ല മൂവ്മെന്റ് നൽകിയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അത് ബുള്ളിഷ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരാൾക്ക് 2 ദിവസം കൊണ്ട് 20%-ഓളം പ്രോഫിറ്റ് അയാൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ ഓപ്പണിംഗ് ആയ 5100 അല്ലെങ്കിൽ 5100 മുതൽ സെക്കൻഡ് ഡേയിലുള്ള ക്ലോസിംഗ് ആയിട്ടുള്ള 6700 വരെയുള്ള ഒരു പ്രൈസിലേക്കുള്ള മൂവ്മെന്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള മൂവ്മെന്റുകളല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്ക് പഠിക്കാനുള്ളത് 100-200% അല്ലെങ്കിൽ പല മടങ്ങുകളായി വർദ്ധിക്കുന്ന, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ട്രേഡുകളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമ്മൾ വൈക്കോഫിന്റെ ഫേസ് സി എങ്ങനെയാണ് കണ്ടെത്തുക എന്നതാണ് ഇന്നത്തെ ക്ലാസിന്റെ പ്രധാന ഭാഗം. ഓക്കെ, നമുക്ക് ഈ ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ അനാലിസിസ് അഥവാ ടേപ്പ് റീഡിംഗ് ചെയ്യാം. ഓക്കെ, 27th ഡേ. ഓക്കെ, ഇതിലുള്ള വോള്യൂംസ് ഒക്കെ വളരെ ചെറുതായിട്ടായിരിക്കും കാണുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വലിയ ക്യാൻഡിലും അതിന്റെ വോള്യൂം ഹൈഡ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പിന്നിലേക്ക് മാറ്റി വെക്കുന്നു. ഓക്കെ, സൂം ചെയ്യാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാണുന്ന ആളുകൾക്ക് പക്ഷേ ക്യാൻഡിലുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ അല്പം സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, 27th വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കൂ. അതിന്റെ വോള്യൂം എങ്ങനെയാണ്? കുറവാണ്. അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ബെയറിഷ് അല്ലെങ്കിൽ താഴേക്കുള്ള ഒരു ഇറക്കമാണ് കാണുന്നത്. അതിൽ തന്നെ ഈ താഴേക്ക് വരുമ്പോൾ തന്നെ എന്താണ്, ഇതിന്റെ വോള്യൂം വളരെ കുറവാണ്. അതിന്റെ അർത്ഥം വിൽക്കുന്നുണ്ടെങ്കിലും, വിൽപ്പന നടക്കുന്നുണ്ടെങ്കിലും, വിൽപ്പന നടക്കുന്ന അളവ് വളരെ കുറവാണ്, വിൽക്കുന്ന ആളുകൾ കുറവാണ് എന്നാണ്. ഇവിടെ ഈ വലിയ റെഡ് ക്യാൻഡിൽ, നമ്മൾ പറയാൻ പോകുന്ന 27th ഗ്രീൻ ക്യാൻഡിലിന് മുമ്പായി നടന്ന റെഡ് ക്യാൻഡിലൊക്കെ വോള്യൂം വളരെ കുറവാണ്. വിൽക്കാൻ ആളുകളില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിമാൻഡ് കൂടുതലായിരിക്കും.
ഇതിന്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. തുടക്കത്തിൽ നമ്മൾ കാണിച്ചിരുന്ന പാറ്റേൺ വൈക്കോഫിന്റെ റീ അക്യുമുലേഷൻ സ്റ്റേജിലുള്ള ഒരു പാറ്റേൺ ആണ്. മാത്രമല്ല നമ്മൾ നിൽക്കുന്നത് ഇത് വൈക്കോഫിന്റെ ഫേസ് സിയിലാണ്. ഓക്കെ, ഏതായാലും വിൽക്കാൻ ആളില്ലാത്തതോടുകൂടി സ്വാഭാവികമായും ഡിമാൻഡ് വരുന്നു. ആ ഡിമാൻഡ് വരുന്ന ക്യാൻഡിലുകളാണ് നമ്മൾ കാണുന്നത്. ഈ 27, 28, 29 ഈ 3 ദിവസങ്ങളിലുമുള്ള വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്, അല്ലേ? വളരെ കുറവാണ്. പക്ഷേ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് മുകളിലേക്കാണ്. ചെറുതാണെങ്കിലും മുകളിലേക്കുള്ള മൂവ്മെന്റ് ആണ് കാണുന്നത്, അല്ലേ? അതെ, ഓരോ ദിവസവും തൊട്ടടുത്ത ദിവസത്തെക്കാൾ കൂടുതൽ ഹൈ മേക്ക് ചെയ്തിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4 ദിവസത്തെ മുകളിലേക്ക് പോകുന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അതിലും സെല്ലിംഗ് കുറവാണ്. തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലുള്ള ബയ്യിങ്ങിന്റെ വോളിയത്തെക്കാൾ കുറവാണ് തൊട്ടടുത്ത ഈ വീണ്ടും ഫോം ചെയ്തിട്ടുള്ള റെഡ് ക്യാൻഡിലുള്ള സെല്ലിംഗ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി 27th ക്യാൻഡിൽ നോക്കൂ. 27th ക്യാൻഡിലിൽ ഉണ്ടായിരിക്കുന്ന വോളിയം ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്ന വോളിയം 28 ഉണ്ടായിരിക്കുന്ന വോളിയം കമ്പയർ ചെയ്യുമ്പോൾ 28 വോളിയം വീണ്ടും കുറവാണ്, പക്ഷെ പ്രൈസ് മുകളിലേക്കാണ് പോയത്. അതായത് 27 വിറ്റ പൈസയ്ക്ക് പോലും വിൽക്കാൻ ആളുകളില്ല, അതിനേക്കാൾ കൂടിയ വിലക്ക് വാങ്ങാൻ ആളുകളുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി 29th വോളിയവും 27th വോളിയവും 29th അല്പം കുറവാണ്, ഇല്ലെങ്കിൽ 27th പോലെ തന്നെയാണെന്ന് വിചാരിക്കാം. പക്ഷേ 27th അപേക്ഷിച്ച് പ്രൈസ് മൂവ്മെന്റ് കൂടുതലാണ്. ഇത് ഒരു ബുള്ളിഷ് സിഗ്നലാണ്. ഓക്കെ, ഇനി തൊട്ടടുത്ത ദിവസം 30th തീയതി ഉണ്ടായ ക്യാൻഡിലും ഏകദേശം സമാനമായ 29th സമാനമായ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാൻഡിലിന്റെ സൈസുകളൊക്കെ കറക്റ്റ് ആണ്, പക്ഷേ വോളിയം വീണ്ടും കുറവാണ്. നല്ല ബുള്ളിഷ് സിഗ്നൽ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് തൊട്ടടുത്ത ദിവസം റെഡ് ക്യാൻഡിൽ വന്നു? ഇവിടെയാണ് നമ്മൾ മുമ്പ് വരച്ച സപ്പോർട്ടിനെ കാണുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈനിനെ കാണുക. അത് റെസിസ്റ്റൻസ് ലൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു സെല്ലിംഗ് പ്രതീക്ഷിക്കാം. ആ സെല്ലിംഗ് കാരണമായിട്ട് അത് താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് സെൽ ചെയ്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അവിടെ ആളുകൾ സെൽ ചെയ്യാനില്ല. ഇവിടെ എല്ലാം ഇത് വൈക്കോഫിന്റെ ഫേസ് സി ആണ്. ഇവിടെ സെല്ല് ചെയ്യുന്നവർ സാധാരണക്കാരായിരിക്കും. FII അല്ലെങ്കിൽ കോമ്പോസിറ്റ് മാൻ, അതുമല്ലെങ്കിൽ സ്മാർട്ട് മണി ഇവിടെ വാങ്ങുകയാണ് ചെയ്യുക. നമ്മൾക്കറിയാം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഫോം ചെയ്ത ക്യാൻഡിൽ നോക്കും. അതിനുശേഷം ഫോം ചെയ്ത ഇത് ഫെബ്രുവരി 2 ആ റെഡ് ക്യാൻഡിൽ ഫെബ്രുവരി 1 ഫെബ്രുവരി 2 ഫോം ചെയ്ത ക്യാൻഡിൽ. ആ ഫെബ്രുവരി 2 ഫോം ചെയ്ത ക്യാൻഡിലിന്റെ വലിപ്പം അതിന് മുമ്പ് ഫോം ചെയ്ത 26 തീയതി മുതൽ ഫോം ചെയ്ത ഗ്രീൻ ക്യാൻഡിലുകളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ, ആ 4 ഗ്രീൻ ക്യാൻഡിലുമായി കമ്പയർ ചെയ്യുമ്പോഴും ഇതിന്റെ മൂവ്മെന്റ് അതിനേക്കാളെല്ലാം കൂടുതലാണ്. ക്യാൻഡിലിന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വിക്ക് ടു വിക്ക്, ആ താഴെയുള്ള വിക്ക് മുതൽ മുകളിലുള്ള വിക്കിന്റെ അറ്റം വരെയുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ സ്പ്രെഡ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ വലിപ്പമായിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അത് മുൻപുണ്ടായ 4 ക്യാൻഡിലുകളെക്കാളും കൂടുതലാണ് എന്ന് മാത്രമല്ല അതിന്റെ വോളിയം മറ്റേതിന് സമാനമാണ് താനും. ഓക്കെ, ഇത് വീണ്ടും ഒരു വലിയ ബുള്ളിഷ് സിഗ്നൽ തന്നെയാണ്. അതിനുശേഷം ഉണ്ടായ ക്യാൻഡിലിൽ നമ്മൾക്കത് കാണാം. അതായത് ഈ ക്യാൻഡിൽ ഇന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതിലും വലിയ മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വലിയൊരു മൂവ്മെന്റ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതാണ് നമ്മൾ അവിടെ ഫെബ്രുവരി 3 അന്ന് കാണുന്നത്. വലിയ ക്യാൻഡിലാണ്. ഇനി അടുത്ത ക്യാൻഡിൽ നോക്കൂ. ഫെബ്രുവരി 4 തീയതിയിലെ ക്യാൻഡിൽ. ഫെബ്രുവരി 3 തീയതിയേക്കാൾ കൂടുതൽ വോളിയം ഫെബ്രുവരി 4 തീയതിയിലുള്ള ക്യാൻഡിലുണ്ട്. ഈ ക്രോസ് മാർക്ക് ഇപ്പൊ നിൽക്കുന്നതാണ് ആ ക്യാൻഡിൽ. ഞാൻ ക്രോസ് മാർക്ക് മാറ്റുന്നത് അതിന്റെ വിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ. അതിൽ നിങ്ങൾക്ക് മൊബൈലിൽ കാണുന്നവർക്ക് വിക്കൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വലിയ സ്ക്രീനാണ് എപ്പോഴും കാണാൻ നല്ലത്. നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക, നല്ല റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. യെസ്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം തീർച്ചയായും നിങ്ങൾക്ക് അത് മുതലാവും, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഈ 4 തീയതി ഫെബ്രുവരി 4 തീയതി പ്രൈസ് മൂവ്മെന്റ് കുറവാണ്, വോളിയം കൂടുതലാണ്.
അല്ലേ? ഇതിന് മുൻപുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വോളിയം ഒരുപാട് കൂടുതലാണ്. ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 26-ാം തീയതി മുതൽ 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതിയൊക്കെ വരെ ഫോം ചെയ്ത ക്യാൻഡിലുകളുടെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഡബിൾ വോളിയം അതിനുണ്ട്. പക്ഷെ അതിന്റെ പ്രൈസ് മൂവ്മെന്റ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇത് ഒരു ബെയറിഷ് സിഗ്നലാണ്. ബെയറിഷ് എന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്കല്ല, തൊട്ടടുത്ത ദിവസം ഉണ്ടാവുന്ന ക്യാൻഡിൽ ഒരുപക്ഷെ അതൊരു ഡോജി ആവാം, അതായത് മുകളിലേക്കോ താഴേക്കോ പോവാത്ത ഒരു ക്യാൻഡിൽ ആവാം, അല്ലെങ്കിൽ ഇത്രയും പ്രൈസ് മൂവ്മെന്റ് ഇല്ലാത്ത ഒരു ക്യാൻഡിൽ ആയിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഒരു പക്ഷേ നെഗറ്റീവായി താഴേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അവിടെ നമ്മൾ സപ്പോർട്ടോ റെസിസ്റ്റൻസുകളോ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാം. ഏതായാലും നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ ക്യാൻഡിൽ നമുക്ക് അവിടെ കാണാം, അത് റെഡ് ക്യാൻഡിലാണ്, താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷെ വോളിയം വീണ്ടും കമ്പാരിറ്റീവ്ലി കുറവാണ്. സെൽ ചെയ്യുന്ന ആളുകൾ കുറവാണ്. റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല സെൽ ചെയ്യാൻ, അതാണ് സത്യം. ഓക്കെ, ഇനി ആ റെഡ് ക്യാൻഡിലിന്റെ ശേഷം തൊട്ടടുത്ത ദിവസം വീണ്ടും റെഡ് ക്യാൻഡിൽ തന്നെയാണ്. അത് നമ്മൾക്ക് വീണ്ടും അങ്ങനെ അസ്യൂം ചെയ്യാനാവും, കാരണം ഇതിന് താഴെ നിന്ന് മുകളിലേക്ക് ഉള്ള വിക്ക് ഒരുപാട് വലുതല്ല, ചെറുതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ വിക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ഊഹിച്ചെടുക്കേണ്ടത് അതിൽ ബെയറിഷ് സിഗ്നൽ, ബെയറിഷ് എന്താണ് അതിന്റെ ബെയറിഷ് നേച്ചർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ രണ്ട് റെഡ് ക്യാൻഡിലുകൾക്ക് ശേഷം ഫോം ചെയ്ത ഈ ഗ്രീൻ ക്യാൻഡിൽ, ഇതാണ് ഇതിലെ ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽ. അതിന് വന്നിട്ടുള്ള വോളിയം ഒന്ന് നോക്കൂ. 23-ാം തീയതി മുതൽ നമ്മൾ, അല്ലെങ്കിൽ 26-ാം തീയതി മുതലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വോളിയം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ വോളിയം വളരെ കുറവ് തന്നെയാണ്. പക്ഷെ അതിന് തന്നിരിക്കുന്ന മൂവ്മെന്റ് വളരെ വലുതാണ്. ഇവിടെ നമ്മൾ മുമ്പ് കണ്ട ഈ രണ്ട് വലിയ ക്യാൻഡിലുകൾ ഉണ്ടല്ലോ, അതിന്റെ മൂവ്മെന്റുകൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെത് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള, നമ്മൾ അവസാനം ആരോ മാർക്ക് ചെയ്തിട്ടുള്ള അതിന്റെ പ്രൈസ് മൂവ്മെന്റ് കൂടുതലാണ്. ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ് അളക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഇതിൽ തെറ്റ് പറ്റാറുണ്ട്. ഇത് ഗ്യാപ്പ് അപ്പ് നടന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഗ്യാപ്പ് അപ്പ് തലേ ദിവസം ക്ലോസ് ചെയ്തത് ഏകദേശം 4900-നാണെങ്കിൽ പിറ്റേ ദിവസം ഓപ്പൺ ചെയ്തിട്ടുള്ളത് 4965-നാണ്. അതായത് 4900 മുതൽ ഈ ക്യാൻഡിൽ ഉണ്ട്. തലേ ദിവസം അവസാനിച്ചിടത്തു നിന്ന് വേണം നമ്മൾ പിറ്റേ ദിവസത്തെ ക്യാൻഡിലിന്റെ വലുപ്പം അളക്കാൻ. ഇത് ബാർ ചാർട്ടിലൊക്കെ ആ രീതിയിൽ തന്നെ നമുക്ക് കാണാനാവും പലപ്പോഴും. പക്ഷേ ക്യാൻഡിൽ സ്റ്റിക്കിൽ അത് ഗ്യാപ്പ് ആയിട്ട് തന്നെയാണ് കാണുക. അത് നമ്മൾ അളക്കുന്ന സമയത്ത്, നമ്മൾ സ്പ്രെഡൊക്കെ കണക്കാക്കുന്ന സമയത്ത് അതുകൂടെ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ബുള്ളിഷ് ആയിരിക്കും എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ മറ്റു ചില ചർച്ചകളിലേക്ക് വരാം. ഇവിടെ നമ്മൾ 23 മുതൽ കണ്ടിട്ടുള്ള ഈ രണ്ട് റെഡ് ക്യാൻഡിലിന്റെ ഭാഗത്തെ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു റിവേഴ്സലോ അല്ലെങ്കിൽ ബുള്ളിഷ് കണ്ടിന്യൂഷൻ ഒക്കെ പോലെ പറയാം. ഏതായാലും പക്ഷേ ഈ ഫെബ്രുവരി 1-ാം തീയതി മുതൽ പിന്നെ ഫോം ചെയ്തിട്ടുള്ള മറ്റ് രണ്ട് റെഡ് ക്യാൻഡിലുകൾ വരെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഈ 9-ാം തീയതി ഫോം ചെയ്തിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ വരെ, ഇപ്പോൾ കഴ്സർ നിൽക്കുന്ന ക്യാൻഡിൽ വരെയുള്ള ഭാഗത്തെ നമ്മൾക്ക് ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ പറയാം. ക്യാൻഡിൽ സ്റ്റിക്ക് പഠിച്ചവർക്കൊക്കെ അത് മനസ്സിലാവും. ഏതായാലും ഈ ഒരു ക്യാൻഡിൽ വോളിയം പ്രൈസ് അല്ലെങ്കിൽ വൈറ്റ്കോഫ് ടൈപ്പ് റീഡിംഗ് വെച്ച് 9-ാം തീയതിയിലെ ക്യാൻഡിൽ അവസാനിച്ചിരിക്കുന്നത് വളരെ ബുള്ളിഷാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നെക്സ്റ്റ് ഡേയിലെ ക്യാൻഡിൽ വളരെ വലുതായിരിക്കും, അതിന്റെ പ്രൈസ് മൂവ്മെന്റ് നല്ല കൂടുതലായിരിക്കും എന്നാണ്. പിറ്റേ ദിവസം മോർണിംഗിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം, ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോ ഇനി സൂം ഔട്ട് ചെയ്യുന്നു. കഴിഞ്ഞിട്ടില്ല, നമ്മളുടെ അനാലിസിസ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ വീണ്ടും അതിന്റെ ബാക്കി കാണാൻ പോവുകയാണ്. ആ ക്യാൻഡിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ബുള്ളിഷ് ആണ് എന്ന് ഒരു പക്ഷെ നിങ്ങളിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവുന്ന ക്യാൻഡിലാണ് തൊട്ടടുത്ത് ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ രണ്ട് ക്യാൻഡിലുകൾ കൂടെ അനാലിസ് ചെയ്ത് അത് എത്രത്തോളം ബുള്ളിഷ് ആണെന്ന് നോക്കാം. ഈ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ, അതായത്
ഏറ്റവും സ്പ്രെഡ് മൂവ്മെന്റ് കിട്ടിയിട്ടുള്ള, മുകളിലേക്കുള്ള മൂവ്മെന്റ് കിട്ടിയിട്ടുള്ള, നമ്മളുടെ ഫുൾ ബോഡി, വിക്കില്ലാതെ ഫുൾ ബോഡി ആയി കിട്ടിയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ, അതിന്റെ വോളിയം നോക്കൂ. മുമ്പ് ഉണ്ടായിരുന്ന ക്യാൻഡിലുകളുടെ ഒരു പക്ഷേ 10 ഇരട്ടിയൊക്കെ വരും ആ ക്യാൻഡിലിന്റെ വോളിയം. വോളിയം വാല്യൂ നിങ്ങൾക്ക് എക്സാക്ട്ലി വേണമെങ്കിൽ ഇതിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്കും ഇതിന് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചാർട്ട് ഉപയോഗിച്ച് നോക്കാം. ഇതിൽ 202K എന്ന് പറഞ്ഞാൽ 2,02,000 2,02,000 ആണ് ആ ദിവസത്തെ വോളിയം ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് നടന്നത് 13,000 കിലോ ആണ്. 13,000 20,000 കിലോ ആണ്. 10 ഇരട്ടിയാണല്ലോ 2 ലക്ഷം. ഓക്കെ, 10 ടൈംസ് ഒക്കെ ബിഗർ ആണ്. ഓക്കെ, 10 ഇരട്ടി ഈ ക്യാൻഡിൽ സംഭവിച്ചതിന്റെ 10 ഇരട്ടി കൂടുതൽ വോളിയം അതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 ഇരട്ടി ഇല്ലെങ്കിലും ഏകദേശം ഒരു 5 മുതൽ 7 ഇരട്ടി വരെ വലുപ്പം നമ്മൾക്ക് ഈ ക്യാൻഡിലിന് കാണാനും ഉണ്ട്. ഓക്കെ, ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽ ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ. ഈ വലിയ വോളിയം വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിലും അതിൻ്റെ ആ ദിവസത്തെ ക്ലോസിങ്ങും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേയിൽ എൻട്രി എടുക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാൻ വരച്ചിരുന്നു. ഞാനത് വീണ്ടും വരയ്ക്കാം. തൽക്കാലത്തേക്ക് വരച്ചതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഈ റെസിസ്റ്റൻസ് സോണിന് തലേ ദിവസം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ? തലേ ദിവസത്തെ ക്യാൻഡിൽ കാണുന്ന ഒരാൾക്ക് ഇത് വളരെ ബുള്ളിഷാണ് അല്ലേ? ആ റെസിസ്റ്റൻസ് സോൺ ഒരുപാട് ദിവസങ്ങളിലെ നവംബർ 26 മുതൽ ഏകദേശം ജനുവരി, ഫെബ്രുവരി ഇത്രയും കാലം ഏകദേശം 2-3 മാസത്തോളം ഉണ്ടായ ക്യാൻഡിലിന്റെ ടോപ്പുകളെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതും വലിയ വോളിയത്തിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് ഒരു പക്ഷേ അതിന്റെ ക്ലോസിങ്ങിൽ വിൽക്കില്ല എന്നും അത് നെക്സ്റ്റ് പോസിറ്റീവാണ്. അതുകൊണ്ട് ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് തീർച്ചയായും തൊട്ടടുത്ത ദിവസം ഒന്നുകിൽ രാവിലെ തന്നെയോ അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് കണ്ടോ ഇല്ലെങ്കിൽ അത് വൈകുന്നേരമോ എപ്പോഴെങ്കിലും അത് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഒരു വൈക്കോഫിയനെ അപേക്ഷിച്ച് ആ ദിവസത്തെ ആ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക്ഔട്ടിന്റെ പിറ്റേ ദിവസത്തെ ക്യാൻഡിൽ ഫോം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്നും മനസ്സിലാവുക ഇനി അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങൾ നെഗറ്റീവ് ആയിരിക്കുമെന്നാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. നോക്കൂ, എത്ര വോള്യം ഉണ്ടെന്ന് നോക്കൂ. ഈ ക്യാൻഡിൽ ഈ ബ്രേക്ക്ഔട്ടിന് ശേഷം സംഭവിച്ച ഫസ്റ്റ് ക്യാൻഡിൽ, അതായത് ഏറ്റവും മുകളിലുള്ള ഗ്രീൻ ക്യാൻഡിൽ, അതിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസത്തിന്റെ ഏകദേശം 3 ഇരട്ടിയോളം വരും. ഇനി നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ഈ സൈഡിലേക്ക് ചാർട്ട് മാറ്റി കഴിഞ്ഞാൽ അത് കിട്ടും. മുമ്പത്തേത് 2,02,000 എന്ന് പറഞ്ഞിരുന്നു. ഇത് 6,75,000 വരും. ഓക്കെ, ഏകദേശം 3 ഇരട്ടിയോളം വരും. പക്ഷെ അതിന്റെ പ്രൈസ് മൂവ്മെന്റ് 3 ഇരട്ടി കിട്ടിയിട്ടുണ്ടോ? അതിന്റെ പ്രൈസ് മൂവ്മെന്റ് 3 ഇരട്ടി കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം അവിടെ ഒരുപാട് പേര് സെല്ല് ചെയ്യുന്ന കൂടെയുണ്ട്. ബൈയിങ് മാത്രമല്ല അവിടെ നടക്കുന്നത്, ഒരുപാട് സെല്ലിങ്, നല്ല എമൗണ്ട് സെല്ലിങ് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ 7 ലക്ഷത്തോളം സ്റ്റോക്കുകൾ അവിടെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ഒരു പക്ഷേ അതിൽ കൂടുതലും അവിടെ സെല്ലിങ് ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ഓക്കെ, മാത്രമല്ല അവസാനത്തെ ക്ലോസിങ്ങിലുള്ള ആ വിക്ക് കൂടെ കാണുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും നെഗറ്റീവ് മനസ്സിലാക്കാനാവും. അപ്പൊ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ അതിന്റെ ടോപ്പിൽ നിന്നും, ആ വിക്കിന്റെ മുകളിൽ നിന്നും തന്നെ തുടങ്ങി താഴേക്ക് വരുന്ന ഒരു ക്യാൻഡിലോ, അല്ലെങ്കിൽ ഈ ബോഡി അവസാനിക്കുന്നിടത്തുനിന്ന് തുടങ്ങി താഴേക്ക് വരുന്ന ക്യാൻഡിലോ, അതല്ലെങ്കിൽ വലിയ ഒരു ലോങ് ക്യാൻഡിലും നടുവിൽ ചെറിയൊരു ബോഡി വരുന്ന ഡോജി പോലുള്ള ക്യാൻഡിലുകളോ ആണ്. പക്ഷെ ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ്. പക്ഷെ ഏതായാലും അതിൽ നെഗറ്റീവ് ക്യാൻഡിലാണ്. മാത്രമല്ല അതിന്റെ വോളിയം നോക്കൂ, കമ്പാരിറ്റീവ്ലി ഹയർ ആണ് അല്ലേ? നമ്മൾ 26-27 മുതൽ ഫെബ്രുവരി 9 വരെ കണ്ടിരുന്നതിനേക്കാൾ എത്രയോ വോളിയം കൂടുതലുണ്ട്. എന്നാലോ 10-ാം തീയതി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിന്റെ ഏകദേശം അടുത്തൊക്കെ വരുന്ന വോളിയം ഇതിനുണ്ട്. നമുക്കൊന്ന് നോക്കാം എത്ര വോളിയം ഉണ്ടെന്ന് നോക്കാം. 1,33,000. മറ്റത് 2,02,000 ആയിരുന്നു. ഓക്കെ, പകുതിയിലധികം
വോളിയം ഇതിനുണ്ട്, പക്ഷെ പ്രൈസ് മൂവ്മെന്റ് കുറവാണ് അല്ലേ? അവിടെ നടക്കുന്നത് പക്കാ സെല്ലിംഗ് ആണ്. തൊട്ടടുത്ത ക്യാൻഡിൽ പ്രൈസ് മൂവ്മെന്റ് ഉണ്ട്, പക്ഷേ വീണ്ടും നടക്കുന്നത് സെല്ലിങ് തന്നെയാണ്. ആ റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാങ്ങുന്നവർ മുഴുവൻ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് കണ്ട് വാങ്ങുന്നവരായിരിക്കും. ഓക്കെ, അങ്ങനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റോക്ക് താഴേക്ക് വരുന്നതാണ് കാണുന്നത്. ഇനി ഇവിടെ ഇപ്പൊ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഒരു പക്ഷേ ഇത് ഈ ട്രെൻഡിന്റെ ബ്രേക്ക് ഔട്ട് ഈ ബോക്സിന്റെ താഴെ വരെ വന്നിട്ട് മുകളിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വീണ്ടും വന്ന് മുകളിലേക്ക് പോവാം. അതൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആവുമല്ലോ. ഇനി അതൊന്നുമല്ല, ഓരോ ദിവസങ്ങളിലും ഫോം ചെയ്യുന്ന ക്യാൻഡിൽ അനുസരിച്ചിട്ടാണ് നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യും എന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ താഴ്ഭാഗത്ത് ഒരു പക്ഷേ ഈ ഏറ്റവും വലിയ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം, ഏറ്റവും വലിയതല്ല, ഈ നടുവിലുള്ള ഏറ്റവും വലിയ ക്യാൻഡിൽ ഫോം ചെയ്ത് ആ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിന്റെ താഴെ വന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവാം. ഓക്കെ, അതെന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ഇത് ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട്, ഇത് വൈക്കോഫിന്റെ ഫേസ് സിയിലുള്ള ഫേസ് സി സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഫേസ് സി സ്റ്റേറ്റ് ഓവർകം ചെയ്ത് ഫേസ് ഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള സ്റ്റോക്കാണെന്ന്. ഇവിടെ വാങ്ങുന്നവര് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ കോമ്പോസിറ്റ് മാൻ സ്മാർട്ട് മണീസ് ആണ്. ഇവർക്ക് അറിയാം ഇവരൊരു ദിവസം എത്ര സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന്. ഉദാഹരണത്തിന് ഈ സ്റ്റോക്കിന്റെ വോളിയം നമുക്ക് നോക്കാം. ഈ 2 ദിവസത്തെ സ്റ്റോക്കുകൾ 2 ലക്ഷവും 6.25 ലക്ഷം, മൊത്തത്തിൽ നമുക്ക് 9 ലക്ഷം സ്റ്റോക്കുകൾ അന്ന് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അതിൽ 8 ലക്ഷവും വാങ്ങിയിട്ടുള്ളത് അവൽ തന്നെയാണെങ്കിൽ അവൽക്കറിയാം ബാക്കി 1 ലക്ഷം വാങ്ങിയിട്ടുണ്ടാവുക റീറ്റെയിലേഴ്സ് ആയിരിക്കും. ഇത് ഒരാളല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല വാങ്ങുന്നത്, എങ്കിൽ പോലും അവരുടെ കയ്യിൽ ഡാറ്റകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോ ഇതിൽ ബാക്കി 1 ലക്ഷം സാധാരണക്കാരായിരിക്കാമെന്നും അവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുക്കണമെങ്കിൽ റീടെസ്റ്റ് ചെയ്യുകയാണ് നല്ലത് എന്ന് അവർക്കറിയാം. റീടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിലിന്റെ മുകളിലോ അല്ലെങ്കിൽ അതിന്റെ ബോഡിയുടെ ക്ലോസിങ്ങിലോ വാങ്ങിയവരിപ്പോ 10% നഷ്ടത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ? ഇനി ഇത് വീണ്ടും താഴേക്ക് പോകുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുള്ള സ്റ്റോപ്പ് ലോസ് മുഴുവൻ ഇവരെ ഹണ്ട് ചെയ്യും. അതോടുകൂടി ആ ഭാഗങ്ങളിലുള്ള എല്ലാ റീറ്റെയിലേഴ്സിന്റെ സ്റ്റോക്കും ഇവരുടെ നമ്മളുടെ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കോമ്പോസിറ്റ് മാന്റെ കയ്യിലെത്തും അല്ലേ? ഓക്കെ, ഇനി അങ്ങനെയല്ല, ഇവിടെയുള്ള ഈ 7 ലക്ഷത്തോളം ട്രാൻസാക്ഷൻ നടന്നതിൽ അല്ലെങ്കിൽ 7,20,000 ഒക്കെ വരുന്ന ട്രാൻസാക്ഷൻ നടന്നതിൽ വെറും 20,000 മാത്രമാണ് റീറ്റെയിലേഴ്സിന്റെ കയ്യിലുള്ളത്. ഈ 7 ലക്ഷം ട്രാൻസാക്ഷൻ അവർ നടത്തിയതിൽ 7 ലക്ഷം അവരുടെ കയ്യിലും അന്നത്തെ ടോട്ടൽ വോളിയം 7,20,000 ഒക്കെ ആണെങ്കിൽ ആ 20,000 അവരിൽ പക്ഷേ നെവർ മൈൻഡ് ചെയ്തിട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് വീണ്ടും മുകളിലേക്ക് തന്നെ കൊണ്ടുപോകും. ഓക്കെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിയില്ല എത്ര സ്റ്റോക്കാണ് റീറ്റെയിലേഴ്സ് വാങ്ങിയിട്ടുള്ളത് ബ്രേക്ക്ഔട്ടിൽ, എത്രയാണ് അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർ വാങ്ങിയിട്ടുള്ളത് എന്ന്. നമ്മൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഓരോ ദിവസത്തെയും പ്രൈസ് മൂവ്മെന്റും വോളിയം മൂവ്മെന്റും മനസ്സിലാക്കണം. അതിന് നമ്മൾ വൈക്കോഫിന്റെ ടേപ്പ് റീഡിംഗ് പഠിക്കണം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പ്രധാന അജണ്ട ടേപ്പ് റീഡിംഗ് അല്ല. ടേപ്പ് റീഡിംഗ് ഞാൻ കഴിഞ്ഞ നമ്മളുടെ ക്ലാസ്സിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫേസ് സി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വോളിയം ഉപയോഗിക്കുമെന്ന്. അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമ്മൾക്ക് അത് പഠിക്കാം. ഓക്കെ, അതാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. യെസ്, എങ്ങനെയാണ് വോളിയം ഉപയോഗിച്ച് ഫേസ് സി ഐഡന്റിഫൈ ചെയ്യുക? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ലെക്ചറിന്റെ, അതായത് വൈക്കോഫ് ട്രേഡിംഗ് മലയാളം ട്രേഡിംഗ് കോഴ്സിന്റെ 3ാമത്തെ ലെക്ചറിൽ നമ്മൾ പഠിക്കുന്നത് വോളിയം ഉപയോഗിച്ച് എങ്ങനെയാണ് കൃത്യമായി ഫേസ് സി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം, ആ ഭാഗങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഈ വീഡിയോ 2ാമത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു 2 ലോ പറഞ്ഞിരുന്നു വൈക്കോഫിന്റെ. ഒന്ന് വൈക്കോഫ് എന്തായിരുന്നു, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. മറ്റൊന്ന് പറഞ്ഞത്
എഫേർട്ട് വേഴ്സസ് റിസൾട്ട്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കോസ് ആൻഡ് എഫക്റ്റ്, എത്രത്തോളം വലുതാണോ കോസ് അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ്, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ മുകളിലേക്കുള്ള അല്ലെങ്കിൽ താഴേക്ക് ഉണ്ടാവുന്ന എഫക്റ്റ് എന്നായിരുന്നു അന്ന് പറഞ്ഞ രണ്ടാമത്തെ ലോ. ഇന്ന് നമ്മൾ പഠിച്ചതാണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്, സോറി, ലോ ഓഫ് എഫേർട്ട് ആൻഡ് റിസൾട്ട്. എഫേർട്ട് എന്ന് പറയുന്നത് വോളിയം നൽകുന്ന പുഷാണ്. അതിനുണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന പ്രൈസ് മൂവ്മെന്റ് ആണ്. എഫേർട്ടിന് ആനുപാതികമായിട്ട് റിസൾട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിലുള്ള മൂവ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അതിനനുസരിച്ച് പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല എങ്കിൽ അവിടെ ഒരു അനോമലി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു അസ്വാഭാവികതയുണ്ട്. ഏതായാലും നമ്മൾ ഇത് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചു വെച്ച അതേ ചാർട്ട് തന്നെയാണ്. ഇതിൽ നിങ്ങൾ ഫേസ് സിയിലേക്ക് നോക്കൂ. ഫേസ് എയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫേസ് സി ഞാൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫേസ് സിയുടെ റീടെസ്റ്റും റീടെസ്റ്റിന്റെ റീടെസ്റ്റും കൂടെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇന്ന് വോളിയം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രമാണെങ്കിൽ നമ്മൾക്ക് മുൻപ് ചെയ്ത ചാർട്ട് തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റ്. ഓക്കെ, ഏതായാലും ഫേസ് സി വരെ ഫേസ് എ വരെ നിങ്ങൾക്ക് നല്ല വോളിയം കാണാൻ പറ്റും. അതിൽ തുടക്ക ഭാഗങ്ങളിൽ സെല്ലിംഗ് ആണുള്ളത്. ഇവിടെ ഞാൻ ഇന്നത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സെല്ല് ചെയ്യാൻ ആളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഡിമാൻഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഈ ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ സർക്കിൾ ചെയ്യാം. ഫേസ് എയുടെ സ്റ്റാർട്ടിങ്ങിൽ spin tool. ഓക്കെ, ഫേസ് എയുടെ സ്റ്റാർട്ടിങ്ങിൽ ഫോം ചെയ്തിട്ടുള്ള വെയിറ്റ്, അതിൻ്റെ തിക്നെസ്, സോറി, ഓക്കെ, ഫേസ് എയിൽ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അതിന് വോളിയം കുറവാണ്. സാധാരണ ഫേസ് എയിൽ നമ്മൾക്ക് നല്ല വോളിയം കിട്ടാറുണ്ട്, പക്ഷെ ഇവിടെ വോളിയം കുറവാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നുണ്ട് എന്നല്ല, പകരം ഇവിടെ സെൽ ചെയ്യാൻ ആളില്ല എന്നാണ്. സെല്ല് ചെയ്യാൻ ആളില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് കൂടും. മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സ്റ്റോക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു റിസർച്ച് ടീം ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങൽ ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് റിവേഴ്സൽ ക്യാൻഡിലായിട്ട് വന്നിട്ടുള്ളത്. അവരുടെ ബൈയിങ് ആണ് നമ്മൾ തൊട്ടടുത്ത രണ്ട് ക്യാൻഡിലുകളിൽ അല്പം വോളിയം കൂടിയ രീതിയിൽ കാണുന്നത്. നമ്മൾ അതിനെ ഓട്ടോമാറ്റിക് റാലി എന്ന് പറഞ്ഞു. ശേഷം സെക്കൻഡറി ടെസ്റ്റ് വരച്ചു. സെക്കൻഡറി ടെസ്റ്റ് നമ്മൾ ഫേസ് എയുടെ അവസാനമായി അല്ലെങ്കിൽ ഫേസ് ബിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറഞ്ഞിരുന്നു. താഴേക്ക് വന്ന ക്യാൻഡിൽ വീണ്ടും വോളിയം കുറവാണ് എന്ന് പറഞ്ഞാൽ താഴേക്ക് സെൽ ചെയ്യാൻ ആളില്ല. സാധാരണക്കാരുടെ കയ്യിലുള്ള റീറ്റെയിലേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ മുഴുവൻ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സ്റ്റോക്ക് വീണ്ടും പഴയ ലോയിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അതിന്റെ ഏകദേശം പകുതി വരെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, സോ സെല്ല് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ബൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൈസ് മൂവ്മെന്റ് മുകളിലേക്ക് പോകും. അതൊരു ടെമ്പററി ഡിമാൻഡ് ഉണ്ടാക്കും, താൽക്കാലികമായ ഒരു ഡിമാൻഡ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മളുടെ ലെഫ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ റൈറ്റിലേക്കുള്ള വോളിയം ക്യാൻഡിൽസ് ഒക്കെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ കാണാനാവുക ഇത് ഏകദേശം ഒരു ബ്രേക്ക്ഔട്ട് പോലെയാണ്. ഈ ബ്രേക്ക്ഔട്ടിൽ എൻ്റർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷേ അതൊരു ഫേക്ക് ഔട്ടാണ്. നമ്മൾ അടുത്ത ക്യാൻഡിൽ ഇന്ന് തന്നെ നമ്മൾ ഒരു ചാർട്ട് കൂടെ കാണും. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഏതായാലും ഇവിടെ അതൊരു അപ്ട്രസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ കാണുക. ഫേസ് ബി അവസാനിച്ചു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫേസ് സിയുടെ വോള്യമാണ്. ഫേസ് സിയുടെ വോള്യവും ഫേസ് സി എത്രത്തോളം താഴേക്ക് വന്നിട്ടുണ്ട് എന്നുമാണ്. ഞാനത് അല്പം സൂം ചെയ്യാം, കാരണം നിങ്ങൾക്ക് ആ ഫേസ് സിയുടെ ക്യാൻഡിലിന്റെ വിക്ക് കാണണമെങ്കിൽ ഒന്ന് ഈ ലൈൻ ഞാൻ വരച്ചിട്ടുള്ള മഞ്ഞ ലൈൻ ഇവിടെ നിന്ന് മാറ്റണം. രണ്ടാമതായിട്ട് നമുക്ക് ഒന്ന് സൂം ചെയ്യുകയും ചെയ്യാം അല്പം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വിക്ക് കാണാം. അവിടെ പഴയ ലോ റീടെസ്റ്റ് ചെയ്ത് അതിനേക്കാൾ താഴേക്ക് പോയത് കാണാം. അത് അവിടെ ആരെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹണ്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റോപ്പ് ലോസുകാരെ കൂടെ പിടിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ ഫേസ് സിയിൽ കാണുന്ന വോള്യം ഈ എൻ്റയർ അക്യുമുലേഷനിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള അക്യുമുലേഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ലോ വോള്യം ഉണ്ടാവുക ഫേസ് സിയിലായിരിക്കും. അങ്ങനെ ഏറ്റവും ലോ വോള്യത്തിൽ വന്ന് ആ ലോ തന്നെ അതിലുള്ള ഏറ്റവും താഴ്ന്ന വാല്യൂ ലോ എന്ന് പറയുന്ന ഭാഗം
വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ വോളിയം ആണ് എങ്കിൽ, അതുപോലെ തന്നെ അത് മുൻപ് ഫേസ് എയിലും ബിയിലും ഒക്കെ ഉണ്ടായിരുന്ന ലോനേക്കാളും താഴെ പോയിട്ടും ഉണ്ട് എങ്കിൽ, എന്നിട്ട് അവിടെ വോളിയം കൂടെ കുറവാണ് എങ്കിൽ, അതിന്റെ അർത്ഥം റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ ഒരു സ്റ്റോക്ക് പോലും ബാക്കിയില്ല എന്ന രീതിയിൽ. ഒരു സ്റ്റോക്ക് പോലും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ അയാളെ പിന്നെ നമ്മൾക്ക് റീറ്റെയിലർ എന്ന് വിളിക്കാൻ പറ്റില്ല. അയാളെ നമ്മൾ കോമ്പോസിറ്റ് മാൻ്റെ കൂടെ കൂട്ടേണ്ടി വരും, ക്യാപിറ്റൽ കുറവാണെങ്കിലും. ഓക്കെ, ഇൻഫോംഡ് ഇൻവെസ്റ്റർ ആണ് അയാൾ. ഏതായാലും ഇത്രയും താഴെ വന്നിട്ട് അവിടെ വോളിയം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ സ്റ്റോക്ക് ഇനി മുകളിലേക്ക് പോവാൻ റെഡിയായി എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ നിന്ന് മനസ്സിലാക്കും ഇനി റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ ഒരു സ്റ്റോക്ക് പോലും ഇല്ല എന്ന്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് അത് തന്നെയാണ്. ഓരോ ടെസ്റ്റുകളിലും ഓരോ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഓരോ റെഡ് ക്യാൻഡിൽസും ആണ്. ഓരോ റെഡ് ക്യാൻഡിൽസിലും വന്നിട്ടുള്ള വോളിയങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഈ ക്യാൻഡിലിൽ ഫോം ചെയ്തിട്ടുള്ള വോളിയം, ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ്. ആ ക്യാൻഡിലുള്ള വോളിയം തൊട്ട് മുമ്പുള്ള ഗ്രീനിനേക്കാളും കുറവാണ്. ഇനി ഈ ഇതില് തൊട്ടടുത്ത രണ്ടാമത്തെ ടെസ്റ്റ്, അതിൽ ഫോം ചെയ്തിട്ടുള്ള വോളിയം തൊട്ട് മുമ്പുള്ള ഗ്രീൻ ക്യാൻഡിലിനേക്കാളും കുറവാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് അത്യാവശ്യം മൂവ്മെന്റ് നടന്നു, ഒരു റെസിസ്റ്റൻസ്, മേജർ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് സാധാരണക്കാർക്ക് തോന്നുന്നിടത്തെത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ വോളിയം കൂടുതലുണ്ട്, അവിടെ അല്പം സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലും സെല്ലിംഗ് നടന്നു, വീണ്ടും സെല്ലിംഗ് നടന്നു. ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും വാങ്ങി നഷ്ടത്തിലായവർ വാങ്ങിയ പ്രൈസിലെത്തുമ്പോൾ സന്തോഷത്തോടെ വിൽക്കുന്നതാണ് ആ കാണുന്നത്. വീണ്ടും റീറ്റെയിലേഴ്സിന്റെ ബൈയിങ് തന്നെയാണ്. 2 ദിവസത്തേക്ക് ശേഷം, 2 ദിവസം അല്ലാതെ 2 ക്യാൻഡിലാണ്, മന്ത്ലി ആണ്, 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അതിലുള്ള സപ്ലൈ മുഴുവൻ അല്ലെങ്കിൽ അതിലുള്ള സെല്ലിങ് മുഴുവൻ കഴിഞ്ഞു, വോളിയം വീണ്ടും കഴിഞ്ഞു. വോളിയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഈ ഭാഗങ്ങളിൽ കൂടെയുള്ള വാങ്ങിയിട്ടുള്ള റീറ്റെയിലേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ അവരുടെ കയ്യിലെത്തി. അവരുടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ കോമ്പോസിറ്റ് മാൻ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് FIA അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയ്യിലെത്തി, ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലെത്തി. ശേഷം ഉണ്ടാവുന്ന ഈ ക്യാൻഡിൽ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തു. ഈ ക്യാൻഡിൽ നെഗറ്റീവാണ്. അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന സെല്ലിംഗ് ആയിരിക്കുമെന്ന് നമ്മൾ മുൻപ് നടന്ന ഭാഗത്ത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. വോളിയം കൂടുതലുണ്ട്, പ്രൈസ് മൂവ്മെന്റ് ഇല്ല, എക്സ്പെക്ട് ചെയ്യാവുന്നത് താഴേക്കുള്ള മൂവ്മെന്റ് തന്നെയാണ്. ഓക്കെ, ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് പരിഗണിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ അവസാനത്തെ ടെസ്റ്റ് നടക്കുന്നത് റെസിസ്റ്റൻസിലാണ് അല്ലേ. നമ്മൾ മുമ്പ് വരച്ചു വെച്ചിട്ടുള്ള മേജർ റെസിസ്റ്റൻസ് മഞ്ഞ കളറിൽ വരച്ചു വെച്ചെടുത്താണ്. അവിടെയും മുൻപുള്ളതിനെ അപേക്ഷിച്ച് വോളിയം കുറവുണ്ട്, പ്രൈസ് മൂവ്മെന്റും കുറവുണ്ട്. ഈ അക്യുമുലേഷൻ റേഞ്ചിന്റെ ഫേസ് സി മുതൽ അങ്ങോട്ടാണ് ഏറ്റവും നല്ല വാങ്ങാൻ പറ്റുന്ന സ്ഥലം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ വെക്കേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിൻ്റെ വിക്കിന്റെ താഴെയാണ്, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാലിന്റെ താഴെയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്കുള്ള മൂവ്മെന്റ് ആയിരിക്കും നിങ്ങൾ കാണുക. ഇനി ഒറ്റ കാര്യം കൂടെ പറയാം, അത് ചെയ്തിട്ട് നമ്മൾ അടുത്ത ചാർട്ടിലേക്ക് പോവാം. എന്തുകൊണ്ടാണ് ആ ബ്രേക്ക്ഔട്ടിന്റെ ശേഷം വോളിയം ഒരുപാട് കൂടുന്നത്? അവിടെ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ വാങ്ങുന്നത്? കാരണം വോളിയം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, വോളിയം കൂടുതലുള്ളതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് ആണ് എന്ന രീതിയിലായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ ഈ ഫേസ് ഇയിൽ വാങ്ങുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെൻഡ് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടെയുണ്ട്. അതായത് നമ്മളുടെ നാട്ടിൽ നമ്മൾ DIA എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നാട്ടിലുള്ള വലിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് അല്ല ട്രേഡ് ചെയ്യുന്നവർ ആണ് അവിടെ എൻ്റർ ചെയ്യുന്ന ബ്രേക്ക്ഔട്ടിൽ. അവർക്ക് പലപ്പോഴും തെറ്റും പറ്റാറുണ്ട്. അവർ ഫേസ് ബിയിലൊക്കെ പോയിട്ട് എൻ്റർ ചെയ്യാറുണ്ട്, വെരി ലോങ് അക്യുമുലേഷൻ ആണെങ്കിൽ. ഏതായാലും അത്തരത്തിലുള്ള ആളുകൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെൻഡ് ഫോളോവേഴ്സ് ആണ് അവിടെ എൻ്റർ ചെയ്യുന്നത്. നമ്മളുടെ നാട്ടിലുള്ള ബാങ്കുകൾ, ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ഇൻക്ലൂഡിങ് നമ്മളുടെ KSCB പോലും എനർജിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അവരാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനു മുമ്പ് തന്നെ ഫേസ് A മുതൽ ഫേസ് D വരെ അവരത് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്നത് പോയിട്ടുണ്ടാവും. പിന്നീട് ആ ചാർട്ടിൽ നടക്കുന്ന മൂവ്മെന്റ് വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിലും ആ ഒരു സമയത്ത് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന മൂവ്മെന്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. 3 രൂപയിൽ നിന്നും ഏകദേശം 90 രൂപയിലേക്ക് എത്ര മടങ്ങായിട്ടാണ് അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്? മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന നമ്മളുടെ
ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു JSW എനർജി. അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിലുള്ള അക്യുമുലേഷൻ പാറ്റേണുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, മനസ്സിലാവുന്നത് വരെ കാണുക. ഓക്കെ, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൂടെ ചോദിക്കാം. നമ്മൾക്ക് വാട്സപ്പോ മറ്റു ടെലഗ്രാമുകളോ അങ്ങനെയുള്ള ചാനലുകളൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ട്വിറ്ററിലുമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിൽ ആക്റ്റീവ് അല്ല. ഏതായാലും അക്കൗണ്ട് നിലവിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതായാലും ഈ വീഡിയോകൾ നിങ്ങൾ മനസ്സിലാവുന്നവരെ വീണ്ടും വീണ്ടും കാണുക. ഓക്കെ, ഇത് വൈക്യൂഫ് അക്യുമുലേഷൻ നമ്മളുടെ JSW എനർജിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഫേസുകൾ ആദ്യം ഒന്ന് അടയാളപ്പെടുത്താം. മന്ത്ലി ടൈം ഫ്രെയിമിൽ എടുത്തിരിക്കുകയാണ്. എന്താണ് മന്ത്ലി ടൈം ഫ്രെയിമിൽ എടുത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, മന്ത്ലി ടൈം ഫ്രെയിമിൽ എടുത്ത് അതിൻ്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് എൻ്റർ ചെയ്താൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് ഒരുപാട് മടങ്ങുകളാവും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് 36 രൂപയിൽ നിന്നും 360 മാറിയിട്ടുണ്ട്, 10 ഇരട്ടി ആയിട്ടുണ്ട്. എത്ര വർഷമാണത് എടുത്തിട്ടുള്ളത്? 2020-21 സമയം മുതൽ 2022, ഏകദേശം 2 വർഷം കൊണ്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? ഇത്രയും മടങ്ങ് 10 ഇരട്ടിയോളം ആയിട്ടുണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾ ചെറിയ നമ്മളുടെ ഒരു ഒരാള് ഹോംവർക്ക് സബ്മിറ്റ് ചെയ്തത്, ഞാൻ പേര് മറന്നുപോയതാണ്, ഹോംവർക്ക് ചെയ്തത് ഈ ഒരു ഭാഗം മാത്രം അക്യുമുലേഷനായി കൺസിഡർ ചെയ്യാം. അത് കറക്റ്റാണ്, തെറ്റൊന്നുമില്ല, അത് ചെയ്തത് കറക്റ്റാണ്. പക്ഷേ ഈ കോസ് കുറവായതുകൊണ്ട് അതിന്റെ എഫക്റ്റും കുറവായിരിക്കും. ഇത്രയേ വരൂ, അതാണ് അവിടെ. ഓക്കെ, അത് നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അക്യുമുലേഷൻ റീജിയൻ ആയിട്ട് കിട്ടും. അവിടുന്ന് ഇതിന്റെ കോസിനനുസരിച്ച് മുകളിലേക്കുള്ള എഫക്റ്റ് കിട്ടും. ഈ കോസ് ആൻഡ് എഫക്റ്റ് എത്രത്തോളം അക്യുമുലേഷൻ ഉണ്ടെന്നും അതിനനുസരിച്ച് എത്രത്തോളം അത് മുകളിലേക്ക് മൂവ് ചെയ്യും എന്നും പഠിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാനായി പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ടിങ്ങിലെ ഒരു പ്രത്യേക രീതിയിലുള്ള ചാർട്ട് കൗണ്ടിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ അവസാന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യും. ഓക്കെ, ഇനി കുറച്ച് മുമ്പ് ഞാൻ ടാറ്റ സ്റ്റീലിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെൻഡ് ഫോളോവേഴ്സ് ഒരു പക്ഷേ ട്രാപ്പിൽ ആവാറുണ്ട്. അത് കൃത്യമായിട്ട് ഇവിടെ തന്നെ കാണാം. ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ഇവിടെ അതായത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ചെയ്യണമെന്ന് കരുതിയതല്ല, അല്ലെങ്കിൽ നോക്കി വെച്ചതൊന്നും അല്ല കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ പറയുകയാണ്, ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ വരുന്ന വോള്യൂം ഇത് മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെൻഡ് ഫോളോവേഴ്സിന്റെ വകയാണ്, അവരാണിത് വാങ്ങുന്നത്. ഓക്കെ, അതിന്റെ കാരണം കൂടെ പറയേണ്ടി വരും അല്ലേ? ഓക്കെ, ഏതായാലും നമുക്ക് ആ വീഡിയോ ഈ ഫേസ് തുടക്കം മുതൽ നമുക്ക് വരച്ചു തുടങ്ങാം, എന്നിട്ട് അവസരത്തുമ്പോൾ പറയാം. വീഡിയോ ഒരുപാട് നീണ്ടുപോയോ എന്നറിയില്ല, ഏതായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ PS, പ്രിലിമിനറി സപ്ലൈ. PS പ്രിലിമിനറി സപ്ലൈ അവിടെ വരും. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾക്ക് അങ്ങനെ നീട്ടി വരയ്ക്കാം. ഏതായാലും അക്യുമുലേഷൻ നടന്നു കഴിഞ്ഞതായതുകൊണ്ട് തെറ്റൊന്നും വരാനില്ല. നേരെ മറിച്ച് ഇത് നമ്മൾ ചെയ്യേണ്ടത് ബാർ പ്ലേ വെച്ച് ചെയ്യണം. പക്ഷേ സമയം ഒരുപാടാവും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. അവിടുന്ന് സ്റ്റോക്ക് താഴേക്ക് വന്നു. ഇതാണ് നമ്മളുടെ ബൈയിങ് ക്ലൈമാക്സ്. ഇത് സെല്ലിംഗ് ക്ലൈമാക്സ് ആയിട്ട് എഴുതിയ പുസ്തകങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ഫോളോ ചെയ്യുന്നത് പ്രധാനമായിട്ടും റോമൻ ബൊഗമോസോവ്, അതുപോലെ ബ്രൂസ് ഫ്രൈസർ, അതുപോലെ റൂബൻ വിൽഹെർമോസ ചാവേസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ്. ഇവരെല്ലാം എഡ്യൂക്കേറ്റേഴ്സ് ആണ്. എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ഗേറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള US യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്ന എക്കണോമിക്സിന്റെ പ്രൊഫസേഴ്സാണ്. അതുപോട്ടെ, ഇതല്ലാതെ അന്ന കോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓതർ ഉണ്ട്. അവരുടെ പുസ്തകത്തിൽ ഇത് ബൈയിങ് ക്ലൈമാക്സിന് പകരം സെല്ലിംഗ് ക്ലൈമാക്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെല്ലിംഗ് ക്ലൈമാക്സ് അല്ലേ ബൈയിങ് ക്ലൈമാക്സ് അല്ലേ എന്നതല്ല നമ്മളുടെ വിഷയം. നമ്മളുടെ വിഷയം നമുക്ക് ഫേസ് C കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കോമ്പോസിറ്റ് മാൻ്റെ കൂടെ അല്ലെങ്കിൽ ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ബൈയിങ് ക്ലൈമാക്സിന്റെ ലോ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ലോയിൽ നിന്ന് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഇതിന് ബാക്കി ക്യാൻഡിൽ ഫോം ചെയ്യണമെന്നില്ല. സാധാരണ നമുക്ക് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റെങ്കിലും മിനിമം ടച്ച് ചെയ്യണമെന്നാണ്. പക്ഷെ വൈക്കോഫിൽ ബൈയിങ് ക്ലൈമാക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് ഓട്ടോമാറ്റിക് റാലി ഫോം ചെയ്യുന്നതോടുകൂടി മുകളിലേക്ക് പോയി ആ മൂവ്മെന്റ് മുമ്പ് നടന്ന മൂവ്മെന്റിനേക്കാളും വലിയൊരു മൂവ്മെന്റ് ആണ് എന്ന് തോന്നിയാൽ, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് റാലി. ആ റാലി ഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴെയുള്ള ലൈൻ വരയ്ക്കാം. ഓക്കെ, അത് നമ്മൾക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഷുവറാണ്. പിന്നെ അവിടെ നിന്ന് ഓട്ടോമാറ്റിക് റാലി കഴിഞ്ഞ് സെക്കൻഡറി ടെസ്റ്റ് നടക്കുന്നതോടുകൂടി നമ്മളുടെ ഫേസ് എ കഴിഞ്ഞു. ഫേസ് എ അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഫുള്ള് ഫേസ് ബി ആണ്. ഫേസ് ബിയിൽ നടക്കുന്ന ഒരു ഒരു ബ്രേക്ക് അപ്ത്രസ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ സെക്കൻഡ്, ഈ ഭാഗം അപ്ത്രസ്റ്റ് ആണ്. ഇത് അത്യാവശ്യം വലിയൊരു അപ്ത്രസ്റ്റ് ആണ് അല്ലേ? നമ്മൾ ടാറ്റ സ്റ്റീൽ കണ്ട പോലെയുള്ള ഒരു അപ്ത്രസ്റ്റ് അല്ല. പ്രൈസ് വെച്ച് പറയുമ്പോൾ ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് കണ്ട് മുകളിലേക്ക് ട്രേഡ് എടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റിൽ ട്രേഡ് എടുക്കുന്നവർക്ക് പോലും ഏകദേശം 4 മാസത്തോളം 75 രൂപയിൽ നിന്നും 130-135 രൂപയിലേക്ക് ഉള്ള 70 മുതൽ 140 50 അതായത് ഡബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു മൂവ്മെന്റ് അവിടെ കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മളുടെ ടാർഗറ്റ് അതല്ല. നമ്മൾ ഒരു വൈക്കോഫിയൻ ആയിരുന്നെങ്കിൽ അത് എൻട്രി എടുക്കേണ്ട സ്ഥലം ഇവിടെ ആയിരുന്നു. അവിടെ നിന്ന്, അതായത് അതാണ് വൈക്കോഫിന്റെ ഫേസ് സി. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോ വീക്ക്ലി ടൈം ഫ്രെയിമിലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫേസ് സി കണ്ടെത്താനാവും. അതിനുശേഷമുള്ള മാർക്കപ്പ് ഇതായിരിക്കും, അതായിരിക്കും നമ്മളുടെ ടാർഗറ്റ്, അല്ലാതെ ബ്രേക്ക് ഔട്ട് മുതലുള്ളതല്ല. ഏതായാലും ഇങ്ങനെ ഇത് ഫേസ് ബി ആണ്, ഇത് അപ്രസ്റ്റ് ആണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെൻഡ് ഫോളോവേഴ്സ് ഇവിടെ അക്യുമുലേഷൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ഡെയിലിയിലും വീക്കിലും നോക്കുമ്പോൾ ഇവിടെ സി ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ മുമ്പ് വരുന്ന ഡെയിലി വീക്ക്ലി വരുമ്പോൾ നമ്മൾ അതിന്റെ മുമ്പുള്ള ഈ പീക്ക് ഫേസ് ബിയിലുള്ള അപ്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് വീണ്ടും ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാനതിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് നീണ്ടു പോകുന്നുള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ അപ്രസ്റ്റിന് ശേഷം ഇത് മുകളിലേക്ക് പോയി പിന്നെ റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം 50% ലോയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. 130 നിന്ന് ഏകദേശം ഒരു 59-60 രൂപയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ റീടെസ്റ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെൻഡ് ഫോളോവേഴ്സ് അത് വിചാരിക്കുക അത് അക്യുമുലേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അത് മുകളിലേക്ക് പോയി അതിന്റെ റീടെസ്റ്റ് ആണ് നടക്കുന്നത് എന്ന രീതിയിലാണ് അവരിവിടെ എൻ്റർ ചെയ്യുന്നത്. റീറ്റെയിലേഴ്സിന് സാധാരണക്കാർക്ക് ഒരിക്കലും അത്രയും വോള്യത്തിൽ ബൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, മാത്രമല്ല ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ ലാഭം എടുക്കുന്ന സാധാരണക്കാരും അല്ലെങ്കിൽ ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ്, നമ്മളുടെ DIA പോലുള്ള ആളുകളൊക്കെ ഒരു പക്ഷെ അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഓൾറെഡി ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഇവിടെ ഫാൾസ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെൻഡ് ഫോളോവേഴ്സിന്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ പോലും ഇവർ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ശേഷം നിങ്ങൾ നോക്കൂ, ഇത്രയും പീരീഡിൽ അത് ഏകദേശം വർഷങ്ങളുണ്ടോ മാസങ്ങളുണ്ടോ നോക്കാം. 2018 ജൂലൈ മുതൽ 2020 വരെയുള്ള സമയത്തുള്ള വോള്യൂം വളരെ കുറവാണ്. ആ സമയത്ത് അതിൽ പ്രധാനമായി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ട്രേഡുകളൊന്നും നടക്കുന്നില്ല, വലിയ ബൈയിങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ ടൈം സ്റ്റോപ്പ് ലോസ് വെക്കുന്ന അല്ലെങ്കിൽ മടുത്തിട്ട് നിർത്തി പോകുന്ന സാധാരണക്കാരുണ്ടാവും. അവരുടെ സ്റ്റോക്കുകളാണ് കാര്യമായിട്ട് അവിടെ ട്രേഡ് നടക്കുക. മാത്രമല്ല ഇനി ആ ഒരു റേഞ്ച് അങ്ങോട്ട് താഴേക്ക് ബ്രേക്ക് ഡൗൺ നടക്കുന്നതോടുകൂടി ഒരുവിധം ആളുകൾ മുഴുവൻ അത് സെല്ല് ചെയ്യും. ഇവിടെ നമ്മൾക്ക് ആ സെല്ലിംഗ് വോള്യം നോക്കുമ്പോൾ വരുന്നത് എന്താണ്, വളരെ വോള്യം കുറവാണ് അല്ലേ? മുൻപ് നടന്ന ഭാഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വോള്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഇതാണ് നമ്മളുടെ ഫേസ് സി. ഈ ലോങ് റേഞ്ചിന്റെ ഫേസ് സി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ക്യാൻഡിലിന്റെ ലോ മുതൽ തൊട്ടടുത്ത് നടക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് ആയിട്ട് എടുക്കാം മന്ത്ലി ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതല്ല ശരിക്കും ഇതിന്റെ മുമ്പുള്ള റെഡ് ക്യാൻഡിലാണ് അതിന്റെ ഫേസ് സിയിലുള്ള ടെസ്റ്റ്. ഇത് മന്ത്ലി ചാർട്ടാണ്, അതുകൊണ്ട് അതിന്റെ ഫേസ് സി, എക്സാക്ട് ഫേസ് സി എന്ന് പറയുന്നത് ആ ഗ്രീൻ ക്യാൻഡിലും ആ റെഡ് ക്യാൻഡിലും കൂടിയതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വൈഡ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഏതായാലും ഇനി നമ്മൾ ഇതിന്റെ വോള്യത്തിന്റെ ഏരിയ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടും കൃത്യമായിട്ട് വോള്യത്തിന്റെ ഏരിയ ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും.
ഫേസ് സിയിലെ വോള്യം വീണ്ടും കുറവാണ്. അത്രയും മൂവ്മെന്റ് 67 രൂപയിൽ നിന്നും 37 രൂപയിലേക്ക് അവിടെ ബ്രേക്ക് ഡൗൺ നടന്നു എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഏറ്റവും ലോയുടെ താഴേക്ക് പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏറ്റവും താഴെയുള്ള ലോ എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്നത് ഫേസ് എയുടെ ലോ ആയിരുന്നു. ഇതാണ് ശരിക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ താഴെ അത് മാത്രമല്ല ഫേസ് ബിയിൽ ഉണ്ടായിരുന്ന ലോ ഉണ്ട്. ഫേസ് ബിയിൽ വന്ന ഒരു ലോ ഉണ്ട്. ആ ലോയുടെയും കൂടെ താഴെയോ അല്ലെങ്കിൽ ഏകദേശം അടുത്ത് വരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കണം. ഈ ഫേസ് ബിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ലോയിൽ പോയിരുന്ന വോള്യവും ഇപ്പൊ വന്നിട്ടുള്ള വോള്യവും എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇപ്പൊ വന്നിട്ടുള്ള പുതിയ വോള്യം കൂടുതലാണെങ്കിൽ റീടെസ്റ്റ് വീണ്ടും നടക്കും. വോള്യം കുറയുന്നത് വരെ റീടെസ്റ്റ് നടക്കും, ശേഷമേ മുകളിലേക്ക് പോകും. ഇനി വോള്യം കുറവാണ് എങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല് ചെയ്തിട്ടാണ് സപ്ലൈ ഉണ്ടാക്കുന്നത്. എന്നാൽ മാത്രമേ ഈ റേഞ്ച് അവിടെ ബ്രേക്ക് ഔട്ട് ആവുകയുള്ളൂ. അവർ തന്നെ അവരുടെ കയ്യിലുള്ള 10 ലക്ഷം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം ഇവിടെ സെല് ചെയ്യുമ്പോൾ സപ്ലൈ കൂടിയിട്ട് താഴേക്ക് പോകും. റീറ്റെയിലേഴ്സ് പാനിക് ആയിട്ട് അവരുടെ കയ്യിലുള്ളത് സെല് ചെയ്യും. അതുകൂടെ കൂട്ടിയിട്ട് അവർ താഴെ നിന്ന് വാങ്ങും. അതുകൊണ്ട് അവരെത്ര വിറ്റു എന്നും എത്ര വാങ്ങി എന്നും റീറ്റെയിലർ കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ടെന്നും അവർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് ഇതിൽ റീറ്റെയിലേഴ്സ് ഇല്ല, അവരെ ഫുള്ള് ഫിൽട്ടർ ഔട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മാർക്കറ്റ് ഓർഡർ ഇട്ട് ഇതിന്റെ പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതിൽ സാധാരണക്കാർ ഒരുപക്ഷെ എൻട്രി എടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒന്നൊരു പക്ഷേ ഈ ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അപ്പോഴേക്കും ആ സ്റ്റോക്ക് എത്ര പ്രൈസ് മൂവ്മെന്റ് നടത്തിയെന്ന് നോക്കൂ. 37 നിന്ന് 125 എത്തിക്കഴിഞ്ഞു. ഇനി അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ലോപ്പിംഗ് ലൈൻ വരച്ചിട്ട് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അവർ കുറച്ചും കൂടെ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ പൂർണ്ണമായ മൂവ്മെന്റ് കിട്ടണമെങ്കിൽ വൈക്യോഫ് തിയറി പഠിക്കുകയും അതിൻ്റെ ഫേസ് സിയിൽ തന്നെ എൻ്റർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എഴുതണം. ഏതെങ്കിലും ഭാഗത്ത് ഞാൻ ഓവറായിട്ട് വലിച്ചു നീട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയണം. ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ച് എൻ്റെ അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക് യു. ബൈ.